പുലർച്ചെ 4 മണി. ഷാർജ അൽകാസിമിയയിലെ ആ ഇടുങ്ങിയ മുറിയിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരിവെച്ച പഴയ മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ അലറി വിളിച്ചു. അതൊരു സാധാരണ അലാറമായിരുന്നില്ല. കട്ടിലിന്റെ മൂലയിൽ ചാർജർ കേബിളിന്റെ പരിധിക്കുള്ളിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെപ്പോലെ ചുരുണ്ടുകൂടി കിടന്നിരുന്ന ജുനൈദ് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. വരാനിരിക്കുന്ന 16 മണിക്കൂർ നീളുന്ന ഒരവസാനമില്ലാത്ത ഓട്ടത്തിന്റെ സ്റ്റാർട്ടിംഗ് വിസിലായിരുന്നു അത്. അവൻ കണ്ണുപോലും തുറക്കാതെ കൈനീട്ടി ഫോണിന്റെ ബഹളം നിർത്തി. കണ്ണു തുറക്കാൻ അവന് ഭയമായിരുന്നു. കാരണം കണ്ണു തുറന്നാൽ ഇരുട്ടിനപ്പുറം തന്നെ തുറിച്ചുനോക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കാണാം. മുറിയിലെ വിൻഡോ എസിയുടെ നേർത്ത മുരൾച്ചയ്ക്കൊപ്പം തൊട്ടടുത്ത കട്ടിലുകളിൽ റഷീദിന്റെയും സൈനുവിന്റെയും കൂർക്കം വലി കൂടി ചേർന്നപ്പോൾ അതൊരു വിചിത്രമായ താളമായി. തലേന്ന് രാത്രി വൈകി റൂമിലെടുത്ത ചിക്കൻ ബിരിയാണിയുടെ മസാല ഗന്ധവും ഏതോ വില കുറഞ്ഞ പെർഫ്യൂമിന്റെ രൂക്ഷഗന്ധവും വിയർപ്പുമായി കൂടിക്കലർന്ന് ആ ചെറിയ മുറിയിലെ കാറ്റിന് കനമൃപ്പിച്ചിരുന്നു. ജുനൈദ് എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്തു. സ്ക്രീനിലെ വെളിച്ചം ഇരുട്ടിൽ അവന്റെ കണ്ണിൽ ഒരു സൂചി കുത്തും പോലെ കുത്തിക്കയറി. ഉമ്മ. 3 മിസ്ഡ് കോൾ. സമയം രാത്രി 2:30. നാട്ടിലിപ്പോഴും നേരം പുലർന്നിട്ടുണ്ടാവില്ല. അവന്റെ നെഞ്ചിലൂടെ ഒരു ഭയം കലർന്ന ഭാരം കയറിയിറങ്ങി. ഈ അസമയത്ത് ഉമ്മ വിളിക്കണമെങ്കിൽ അതൊരിക്കലും സുഖവിവരം തിരക്കാനാവില്ല. രാവിലെ തിരിച്ചു വിളിക്കാം, അവൻ സ്വയം പറഞ്ഞു. പക്ഷേ ആ ശബ്ദം വിറച്ചിരുന്നു. വിളിച്ചാൽ കേൾക്കേണ്ടി വരുന്ന മറുപടികൾ അവൻ ഓർത്തു. ബാങ്കുകാരുടെ ജപ്തി നോട്ടീസ് വീടിന്റെ ഗേറ്റിൽ പതിച്ചതിന്റെ അപമാനം, പെങ്ങളുടെ കല്യാണത്തിന് സ്വർണമെടുക്കാൻ മാറ്റിവെച്ച പൈസയുടെ കുറവ്, ഉപ്പയുടെ മരുന്നിന്റെ നീണ്ട ലിസ്റ്റ്. ഓരോ ആവശ്യങ്ങളും അവന്റെ ഉറക്കം കെടുത്തി. മലപ്പുറത്തെ വീടിന്റെ പച്ചപ്പിൽ നിന്ന്, ഉമ്മയുടെ കൈപുണ്യത്തിന്റെ മണമുള്ള അടുക്കളയിൽ നിന്ന് ഈ മണലാരണ്യത്തിലേക്ക് വിമാനം കയറിയത് ആ ചുമലിലെ ഭാരമൊന്ന് ഇറക്കി വയ്ക്കാനാണ്. പക്ഷേ ഓരോ ദിവസവും ഈ അലാറം ശബ്ദം അവനെ ഓർമ്മിപ്പിക്കുന്നത് ആ ഭാരങ്ങൾ കൂടിക്കൂടി വരികയാണെന്ന് മാത്രമാണ്. അരമണിക്കൂറിനുള്ളിൽ അവൻ തയ്യാറായി. കുളിമുറിയിൽ കയറി തണുത്ത വെള്ളം തലവഴി ഒഴിക്കുമ്പോൾ അതൊരു തരം മരവിപ്പായിരുന്നു. ഫുഡ് ഡെലിവറി കമ്പനിയുടെ ലോഗോ പതിച്ച നിറം മങ്ങിയ ചുവന്ന ടീഷർട്ട് നനഞ്ഞ ശരീരത്തിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ പുറത്ത് ഇരുട്ടുമാഞ്ഞിരുന്നില്ല. ബാഗ് മണിഞ്ഞ് ഹെൽമറ്റും കയ്യിലെടുത്ത് റൂം തുറക്കുമ്പോൾ റഷീദ് ഉറക്കത്തിൽ എന്തോ പദം പറഞ്ഞു. ടാർഗറ്റ്. ബൈക്കിനടുത്തേക്ക് നടക്കുമ്പോൾ ഫോണിലെ ആപ്ലിക്കേഷനിൽ അവന്റെ സ്റ്റാറ്റസ് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറി. ഒരു ബട്ടൺ അമർത്തുന്ന ലാഘവത്തോടെ ജുനൈദ് എന്ന മലപ്പുറക്കാരൻ അപ്രത്യക്ഷനായി. റൈഡർ 749 ജന്മമെടുത്തു. അൽകാസിമിയയിലെ നിരത്തുകൾ ഉണർന്നു തുടങ്ങുന്നതേയുള്ളൂ. ബക്കാലകളിൽ പാൽ വാങ്ങാൻ വന്ന തൊഴിലാളികൾ, പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു മടങ്ങുന്നവർ, നഗരം വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റി വണ്ടികളുടെ ഓറഞ്ച് വെളിച്ചം. ജുനൈദിന്റെ ബൈക്ക് പല കെട്ടിടങ്ങളിലേക്കും പാഞ്ഞു. പ്രഭാത ഭക്ഷണത്തിന്റെ ഓർഡറുകൾ, കറക്കും ചായയും. ജോലിയുടെ സമ്മർദ്ദം, ടാർഗറ്റുകൾ, കൃത്യസമയത്തെത്തിയില്ലെങ്കിൽ കുറയുന്ന റേറ്റിംഗ്, 9 മണി കഴിയുമ്പോഴേക്കും പൊള്ളിക്കാൻ തുടങ്ങുന്ന മരുഭൂമിയിലെ സൂര്യൻ. ചിന്തകൾക്ക് വിശ്രമമില്ലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കൃത്യം 7 മണിയോടെ ഒരു പ്രത്യേക ഓർഡറിനായി അവനൊരു വഴിയിലൂടെ പോകാറുണ്ട്. അൽ ഖൗല സ്ട്രീറ്റിലെ ആ വലിയ വെള്ള നിറത്തിലെ വില്ലയുടെ മുന്നിലൂടെ. മതിലിനപ്പുറം എന്താണെന്ന് അവൻ അറിയില്ല. ഒരുപക്ഷെ വലിയൊരു അറബി കുടുംബമായിരിക്കാം. പക്ഷെ ആ ഗേറ്റിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം അവൻ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈന്തപ്പന ഒല കൊണ്ടുള്ള ചൂലിന്റെ നേർത്ത താളാത്മകമായ ഒച്ച, മുറ്റമടിക്കുന്ന ശബ്ദം. ആരാണെന്ന് അവൻ അറിയില്ല. ഒരു മുഖവും അവൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ആ ശബ്ദം മാത്രം അവൻ എല്ലാ ദിവസവും കേൾക്കും. ഈ തിരക്കിട്ട യാന്ത്രികമായ ഡെലിവറി ജീവിതത്തിനിടയിൽ നാട്ടിലെ വീടിന്റെ മുറ്റം ഉമ്മ അടിച്ചുവാരുമായിരുന്ന ആ പഴയ കാലത്തെക്കുറിച്ച് ആ ശബ്ദം അവനെ ഓർമ്മിപ്പിച്ചു. പുലർച്ചെ മുറ്റത്തെ മാവിലകൾ അടിച്ചുകൂട്ടുമ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന ശബ്ദം. അതൊരു ശീലമായി. ഈ നഗരത്തിലെ ബഹളങ്ങൾക്കിടയിൽ അതൊരാശ്വാസമായി. ആ ശബ്ദത്തിന്റെ ഉടമയെ കാണാൻ അവന്റെ മനസ്സിലൊരാഗ്രഹം മുട്ടിട്ടു. പക്ഷേ ആ വലിയ കറുത്ത ഗേറ്റിനുള്ളിലേക്ക് അവന് പ്രവേശനമുണ്ടായിരുന്നില്ല. മാസങ്ങൾ കടന്നുപോയി. ആ ശബ്ദം ജുനൈദിന്റെ ദിനചര്യയുടെ ഭാഗമായി. ചില ദിവസങ്ങളിൽ ആ വഴിക്ക് ഓർഡറില്ലെങ്കിലും ചൂലിന്റെ ഒച്ച കേൾക്കാൻ വേണ്ടി മാത്രം അവൻ ബൈക്ക് അങ്ങോട്ട് തിരിക്കും. അതൊരു തരം ആശ്വാസം കണ്ടെത്തലായിരുന്നു. ഈ നഗരത്തിൽ മറ്റാരോ തന്നെപ്പോലെ തന്നെ ഈ അതിരാവിലെ ഉണർന്നിരുന്ന് ഒരു വീടിനു വേണ്ടി പണിയെടുക്കുന്നു എന്ന അറിവ്. ആ ശബ്ദത്തിന്റെ ഉടമ ഒരു സ്ത്രീയാവുമെന്ന് അവൻ ഉറപ്പിച്ചു. ഒരുപക്ഷെ പ്രായമായൊരു ഉമ്മ, തന്നെപ്പോലെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രവാസി. ഒരു ദിവസം ഉച്ചയ്ക്ക് കനത്ത ചൂടിൽ ബൈക്ക് ഓടിച്ച് ക്ഷീണിച്ച് ഒരു മരത്തണലിൽ നിർത്തിയപ്പോൾ ആപ്പിൽ ഒരു ഓർഡർ തെളിഞ്ഞു. പിക്കപ്പ് കേരള കിച്ചൻ, ഡ്രോപ്പ് അൽകാസിമിയ, വില്ല നമ്പർ 24. അവന്റെ ഹൃദയമൊന്ന് നിന്നു. വില്ല നമ്പർ 24, അതാ വെള്ള വില്ലയാണ്. അവൻ പലതവണ ആ ഡേറ്റിന് മുകളിലെ നമ്പർ നോക്കി നിന്നിട്ടുണ്ട്.
അവൻ വേഗത്തിൽ ബൈക്ക് പായിച്ചു. ഹോട്ടലിൽ നിന്ന് പൊതി വാങ്ങുമ്പോൾ അവന്റെ കൈകൾക്ക് ചെറിയ വിരലുണ്ടായിരുന്നു. എന്തിനെന്നറിയാത്ത ഒരാകാംക്ഷ. ആദ്യമായി ആ ഗേറ്റിനുള്ളിലേക്ക് പോകാൻ പോവുകയാണ്. ശബ്ദത്തിന്റെ ഉടമയെ കാണാൻ പോവുകയാണ്. ഒരുപക്ഷെ തന്നെപ്പോലെ പ്രായമുള്ളൊരു മലയാളി സ്ത്രീയാവും. അവരോട് നാട്ടിലെവിടെയാ എന്ന് ചോദിക്കാം, ഒരു വാക്ക് സംസാരിക്കാം. അവൻ ബൈക്ക് ഗേറ്റിന് മുന്നിൽ നിർത്തി. വലിയ ഗേറ്റിന്റെ ഒരു പാളി ചെറുതായി തുറന്നു വെച്ചിരുന്നു. അവൻ ബെല്ലടിച്ചു. കുറച്ചു സമയത്തിനു ശേഷം കറുത്ത അബായ ധരിച്ച ഒരു സ്ത്രീ വാതിൽ തുറന്നു. ഏകദേശം 60 അടുക്കുന്ന പ്രായം. ക്ഷീണിച്ച കണ്ണുകൾ, ചുണ്ടുകൾ ഇറുക്കി അടച്ച ഗൗരവമുള്ള മുഖം. ഫാത്തിമത്ത. അവർ അറബിയിൽ എന്തോ ചോദിച്ചു. അതിന്റെ കനം ജുനൈദിനെ പതറിച്ചു. ഒരു മലയാളിയെയോ അല്ലെങ്കിൽ കുറഞ്ഞതൊരു ചിരി എങ്കിലും പ്രതീക്ഷിച്ച അവന്റെ മനസ്സ് നിരാശനായി. തലാബ് മാഡം. ഓർഡർ. അവൻ മുറിഞ്ഞ അറബിയിൽ പറഞ്ഞു. അവർ പണം നൽകി ഫുഡ് പാക്കറ്റ് വാങ്ങി മുഖത്ത് നോക്കുക പോലും ചെയ്യാതെ വാതിലടച്ചു. ആ വാതിലടയുന്ന ശബ്ദം അവന്റെ നെഞ്ചിലാണ് കൊണ്ടത്. ജുനൈദ് ബൈക്കിൽ തിരിഞ്ഞു കയറുമ്പോൾ മനസ്സിൽ പറഞ്ഞു, ഒരു ചിരി പോലും തന്നില്ല, അറബികളെപ്പോലെ തന്നെ. ഇവർക്ക് വേണ്ടിയായിരുന്നോ ഞാൻ എല്ലാ ദിവസവും കാതോർത്തിരുന്നത്? ആ ചൂലിന്റെ ശബ്ദവും ഈ മുഖവും തമ്മിൽ അവൻ പൊരുത്തപ്പെടുത്താൻ ശ്രമിച്ചു. നടന്നില്ല. ആ ചൂലിന്റെ ശബ്ദത്തിലെ താളം ഈ മുഖത്തിനില്ല. ആദ്യത്തെ കൂടിക്കാഴ്ചയുടെ നിരാശയിൽ അടുത്ത കുറേ ആഴ്ചകൾ അവൻ ആ ശബ്ദം ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു. അത് വെറും ഒരു വീട്ടുജോലിക്കാരിയുടെ ശബ്ദമാണ്. അവർ തണുപ്പുള്ള മുറിയിൽ ജീവിക്കുന്നു, താൻ ഈ വെയിലത്ത് കരിയുന്നു, അതിൽ തനിക്കൊരു ബന്ധവുമില്ലെന്ന് അവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. കുറച്ചു ദിവസം ആ വഴി ഒഴിവാക്കി നോക്കി. പക്ഷെ മനസ്സ് വീണ്ടും അങ്ങോട്ട് വലിച്ചു. ആ ശബ്ദം കേൾക്കാത്ത ദിവസങ്ങളിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ. ഒരു ദിവസം അവൻ മനഃപൂർവ്വം വഴിതെറ്റിച്ച് അങ്ങോട്ട് പോയി. അപ്പോഴും ആ ശബ്ദം അവിടെ ഉണ്ടായിരുന്നു. അവനെ കാത്തു നിൽക്കാതെ അതതിന്റെ ജോലി ചെയ്യുന്നു. അവൻ ആ വഴിയിലൂടെ പോയി തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഹോൺ അടിക്കാറില്ല. ആ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം ബൈക്കിന്റെ വേഗത ഒഴിക്കും. അതാരാണെന്നറിഞ്ഞതുകൊണ്ട് ആകാംക്ഷ കുറഞ്ഞിരുന്നു. പകരം ഒരു സഹതാപം പോലെ എന്തോ ഒന്ന് മനസ്സിൽ നിറഞ്ഞു. പാവം, ആരും ചിരിക്കാൻ പോലുമില്ലാത്ത ഒരു ജീവിതം. ഒരു മാസം കഴിഞ്ഞു. മറ്റൊരോർഡർ. വീണ്ടും അതേ വില്ലയിലേക്ക്. ഇത്തവണ അവനൊന്നും പ്രതീക്ഷിച്ചില്ല. ബെല്ലടിച്ചു. ഓർഡർ കൊടുക്കുക, പണം വാങ്ങുക, തിരികെ പോരുക. അത്രമാത്രം. ഫാത്തിമത്ത വാതിൽ തുറന്നു. പതിവ് പോലെ ഗൗരവമുള്ള മുഖം. പണം വാങ്ങി, ഓർഡർ വാങ്ങി, തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവരെന്തോ ഓർത്ത പോലെ നിന്നു. എന്നിട്ട് ജുനൈദിനെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖത്ത് വിയർപ്പും ക്ഷീണവും കണ്ട് അറിഞ്ഞ പോലെ. അവൻ ഹെൽമറ്റ് ഊരിപ്പിടിച്ചിരുന്നു. മുടി വിയർപ്പിലൊട്ടിച്ചേർന്നിരുന്നു. മോനെ. ആ വിളി മലയാളത്തിലായിരുന്നു. നേർത്ത എന്നാൽ വ്യക്തമായ ശബ്ദം. ജുനൈദ് അത്ഭുതത്തോടെ തിരിഞ്ഞു നിന്നു. നീ മലയാളിയാ? അവർ ചോദിച്ചു. അവരുടെ മുഖത്തെ ഗൗരവം ചെറുതായി അഴിഞ്ഞിരുന്നു. അതെ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. ഉമ്മയും മലയാളിയാ? അവർ മൂളി. നീ ഇപ്പോൾ ഇവിടെ ഡെലിവറിക്ക് വരാറില്ല അല്ലേ? ഈ വഴി കാണാറേയില്ല. അവരുടെ ശബ്ദത്തിൽ നേരിയ പരിഭവം. കഴിഞ്ഞ തവണത്തെ തന്റെ ഗൗരവത്തിലുള്ള പെരുമാറ്റം ഓർത്താവാം അവർക്കിപ്പോൾ ഈ ജാള്യത എന്ന് ജുനൈദിന് തോന്നി. അവരവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജുനൈദ് എന്തു പറയണമെന്നറിയാതെ നിന്നു. ഓർഡർ വരാഞ്ഞിട്ടാ? അവൻ പെട്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഈ വഴി വരാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ വരാറുണ്ട്. ഉമ്മായെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി. ആ ചൂലിന്റെ ഒച്ച കേൾക്കാൻ വേണ്ടി. വാക്കുകൾ പൂർത്തിയാക്കും മുമ്പ് അവന്റെ തൊണ്ട വരളുന്നപോലെ തോന്നി. കത്തുന്ന വെയിലത്ത് ബൈക്കോടിക്കുന്നതിനേക്കാൾ ക്ഷീണം. അവനത് ചോദിച്ചത് ദാഹം കൊണ്ട് മാത്രമായിരുന്നില്ല. ഉമ്മ, കുറച്ച് വെള്ളം കിട്ടുമോ? നല്ല ദാഹം. അതൊരപേക്ഷയായിരുന്നു. ഉമ്മ എന്നാ വിളി കേട്ടതും ഫാത്തിമത്തയുടെ മുഖം മാറി. ആ ഗൗരവം പൂർണ്ണമായി മലിഞ്ഞുപോയി. അവരുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ചുണ്ടുകൾ വിറച്ചു. അവരൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി ഒരു കുപ്പി തണുത്ത വെള്ളവുമായി തിരിച്ചു വന്നു. അത് നൽകുമ്പോൾ അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജുനൈദ് വെള്ളം ഒറ്റ ശ്വാസത്തിൽ കുടിച്ചു തീർത്തു. അപ്പോഴും അവരവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഉമ്മ എന്തിനാ കരഞ്ഞത്? അവൻ ചോദിച്ചു. അവർ പെട്ടെന്ന് മുഖം തിരിച്ചു. കറുത്ത അബായയുടെ കൈകൊണ്ട് കണ്ണു തുടച്ചു. ഏയ്, ഒന്നുമില്ല. കണ്ണ് നല്ല നീറ്റല്. ഈ വെയിലത്ത് പൊടിപോയതാ. അവർ തിരിഞ്ഞു നടന്നു. ഗേറ്റ് പതുക്കെ അടച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജുനൈദിന്റെ മനസ്സിൽ ആ ചോദ്യം മാത്രം ഒഴുങ്ങി. എന്തിനായിരിക്കും അവർ കരഞ്ഞത്? ഉമ്മ എന്ന് വിളിച്ചതിനോ? സ്വന്തം മക്കൾ പോലും വിളിക്കാനില്ലാത്തതുകൊണ്ടോ? അവന്റെ സ്വന്തം ഉമ്മയുടെ മിസ്ഡ് കോളുകൾ അവന്റെ മനസ്സിനെ പൊള്ളിപ്പിച്ചു. ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജുനൈദ് മനഃപൂർവ്വം ആ വഴിയിലൂടെ ബൈക്ക് ഓടിച്ചു തുടങ്ങി. ഓർഡർ ഇല്ലെങ്കിലും ഗേറ്റിന്റെ മുന്നിലെത്തുമ്പോൾ ഹോൺ മുഴക്കും. പീപ്പ് പീപ്പ്. അതൊരു കോഡ് ഭാഷ പോലെയായി. ചിലപ്പോൾ ഫാത്തിമത്ത് മുറ്റത്തുണ്ടാകും. ഗേറ്റിന്റെ വിടവിലൂടെ അവനെ നോക്കിയൊന്ന് ചിരിക്കും. ആ ചിരിക്കു വേണ്ടിയായിരുന്നു അവന്റെ പിന്നീടുള്ള യാത്രകൾ. ഒരു വെള്ളിയാഴ്ച ജുനൈദിന്റെ ഫോണിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. ഫാത്തിമത്തയുടെ നമ്പറിൽ നിന്നായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവൻ നമ്പർ വാങ്ങിയിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണം ഉമ്മ എന്ന് പറഞ്ഞു. മോനെ ജുനെ,
ഒരു വലിയ ഓർഡറുണ്ട്. ഡെലിവറി ബൈ ജുനൈദ് ഓൺലി എന്ന് ഞാൻ ആപ്പിൽ നോട്ടിട്ടിട്ടുണ്ട്. നീ തന്നെ വരണം. ജുനൈദിന് അത്ഭുതമായി. അവൻ ആ ഓർഡർ സ്വീകരിച്ചു. വലിയ തുകയുടെ ബിരിയാണിയും മന്തിയും മറ്റുമായിരുന്നു. വില്ലയിലെത്തിയപ്പോൾ ഫാത്തിമത്ത ഗേറ്റിനടുത്ത് തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മുഖത്തൽപ്പം പരിഭ്രമം. ഇതെന്താ ഉമ്മ, ഇത്രയും വലിയ ഓർഡർ? വീട്ടിൽ വിരുന്നുകാരുണ്ടോ? അവർ ചിരിച്ചു. ഇതൊക്കെ എന്റെ മോളാ ഓർഡർ ചെയ്തത്, ഷെയ്ക്ക. അവൾക്കിന്ന് കൂട്ടുകാർ വരുന്നുണ്ട്. പണം നൽകുമ്പോൾ അവർ ജുനൈദിന്റെ കയ്യിൽ പിടിച്ചു. അവരുടെ കൈ തണുത്തിരുന്നു. മോനെ, എനിക്കൊരു സഹായം ചെയ്യോ? നാട്ടിലേക്ക് കുറച്ച് പണം അയക്കണമായിരുന്നു. മോളുടെ കുട്ടിയുടെ ഫീസ് അടയ്ക്കാനാ. എന്റെ ശമ്പളം കിട്ടാൻ ഇനിയും 2 ആഴ്ചയുണ്ട്. അടുത്ത മാസം ശമ്പളം കിട്ടിയാൽ ഞാൻ തരാം. അവരുടെ ശബ്ദം ഇടറിയിരുന്നു. ആരോടും ചോദിക്കാനില്ല. മോനോട് ചോദിക്കാൻ തോന്നി. ജുനൈദ് ഒന്ന് പതറി. അവന്റെ കയ്യിൽ കമ്പനിയിൽ അടയ്ക്കാനുള്ള പണമേ ഉണ്ടായിരുന്നുള്ളൂ. അതവന്റെ സ്വന്തം പണമല്ല. ഉമ്മ വിഷമിക്കണ്ട. എത്ര വേണം? ഒരു 500 ദിർഹം മതി. 500 ദിർഹം. അതവന്റെ ഒരാഴ്ചത്തെ വരുമാനമാണ്. അന്ന് വൈകുന്നേരം റൂമിലെത്തി റഷീദിനോടും സൈനുവിനോടും കാര്യം പറഞ്ഞു. ഒരു ഉമ്മച്ചിയാ, പാവം. അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഷീദ് ചിരിച്ചു. ജുനി, നിന്റെ ഈ സെന്റിമെന്റ്സ് കാരണം ആ നാട്ടിലെ കടം കയറിയത്. ഇവിടെയും അത് തുടങ്ങിയോ? അറിയാത്ത ആർക്കെങ്കിലും പൈസ കൊടുത്ത് ചതിയിൽപ്പെടണോ? ഇത് ഗൾഫാ. ഇവിടെ ഉമ്മയുമില്ല, ബാപ്പയുമില്ല, പൈസ മാത്രം. അതല്ലടാ, ആ ഉമ്മയുടെ മുഖം കണ്ടാൽ നുണ പറയുവാണെന്ന് തോന്നില്ല. കരഞ്ഞുകൊണ്ടാ ചോദിച്ചത്. സൈനു എഴുന്നേറ്റു. സാരമില്ല റഷീദക്ക, ഒരു 500 ദിർഹമല്ലേ? നമുക്ക് 3 പേർക്കും കൂടി കൊടുക്കാം. ഒരു ഉമ്മച്ചി ചോദിച്ചിട്ടല്ലേ? നമ്മുടെ ഉമ്മമാരും നാട്ടിൽ ഇങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥ അവൻ മുഴുവനാക്കിയില്ല. റഷീദ് ഒന്നും മിണ്ടാതെ പേഴ്സിൽ നിന്ന് ഒരു നോട്ട് എടുത്ത് നീട്ടി. പക്ഷേ സൂക്ഷിക്കണം, റഷീദ് താക്കീത് നൽകി. പിറ്റേന്നു രാവിലെ ജുനൈദ് ആ പണം ഫാത്തിമത്തയെ ഏൽപ്പിച്ചു. അവരത് വാങ്ങി എണ്ണാൻ പോലും നിൽക്കാതെ സാരിത്തുമ്പിൽ കെട്ടി. അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നീ എന്റെ മോൻ തന്നെയാ. അവരവന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു. അല്ലാഹു നിന്നെ കാക്കട്ടെ. ആ സ്പർശത്തിൽ സ്വന്തം ഉമ്മയുടെ വാത്സല്യം അറിഞ്ഞ പോലെ ജുനൈദിന് തോന്നി. നാട്ടിൽ നിന്ന് പൈസ ചോദിച്ചു വിളിക്കുമ്പോൾ മാത്രം കേൾക്കുന്ന സ്നേഹമായിരുന്നില്ല അത്. ഒന്നും തിരികെ പ്രതീക്ഷിക്കാത്ത ആത്മാർത്ഥമായൊരു അനുഗ്രഹം. ആ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടി 500 ദിർഹം പോയാലും സാരമില്ലെന്ന് അവന് തോന്നി. ആ സംഭവത്തിനു ശേഷം അവർ കൂടുതൽ അടുത്തു. ജുനൈദ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ആ വില്ലയുടെ ഗേറ്റിനടുത്തിരുന്നാണ്. ഫാത്തിമത്ത അവനായി തണുത്ത വെള്ളമോ മോരോ അല്ലെങ്കിൽ തലേന്നത്തെ അല്പം മധുരമോ കരുതി വയ്ക്കും. പതിയെ പതിയെ ജുനൈദ് ആ വില്ലയിലെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഫാത്തിമത്തയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ വലിയ ജോലിയൊന്നുമില്ല. അവർക്ക് 20 വർഷമായി ഈ വീട്ടിൽ. അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഫിലിപ്പിനോ ജോലിക്കാരിയെ വെച്ചിട്ടുണ്ട്. ഫാത്തിമത്തയുടെ പ്രധാന ജോലി ഷെയ്ഖയുടെ കാര്യങ്ങൾ നോക്കുക എന്നതാണ്. ഷെയ്ഖ ആ വില്ലയിലെ അറബി യുവതി. ഷെയ്ഖയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ അവരുടെ ഉമ്മ മരിച്ചുപോയതാണ്. അതിനുശേഷം ഫാത്തിമത്തയാണ് എല്ലാം. ഷെയ്ഖ വളർന്നത് ഈ മലയാളി സ്ത്രീയുടെ കൈകൊണ്ടാണ്. ഒരു ദിവസം ഓർഡറുമായി ചെന്നപ്പോൾ ജുനൈദ് അത് നേരിട്ട് കണ്ടു. ഫാത്തിമത്തായ്ക്ക് ചെറിയൊരു പനിയുണ്ടായിരുന്നു. അവർ മുറ്റത്തെ കസേരയിൽ പുതച്ചുമൂടിയിരിക്കുന്നു. ഷെയ്ഖ അവർക്ക് മരുന്നൊരു ഗ്ലാസിൽ കലക്കി സ്പൂണിൽ കോരിക്കൊടുത്തു. യാ അല്ല ഫാത്തിമ, ടേക്ക് ദിസ്, യു വിൽ ബി ഓക്കെ, അവർ സ്നേഹത്തോടെ പറഞ്ഞു. എന്നിട്ട് അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. യു നീഡ് ആസ്റ്റ് നോ വർക്ക് ടുഡേ. അത് കണ്ടപ്പോൾ ജുനൈദിന് മനസ്സിലായി, ഇത് യജമാനനും വേലക്കാരിയുമല്ല, ഇത് ഉമ്മയും മകളുമാണ്. സ്വന്തം മക്കൾ പോലും കൊടുക്കാത്ത സ്നേഹം. ഷാർജയിൽ അപൂർവമായി മാത്രം പെയ്യുന്ന ഒരു മഴയുള്ള ദിവസമായിരുന്നു അത്. തണുത്ത കാറ്റിൽ നനയാതിരിക്കാൻ ജുനൈദ് ബൈക്ക് ഒരു കഫറ്റീരിയയുടെ മുന്നിൽ ഒതുക്കി നിർത്തി. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഫാത്തിമത്തയെ കണ്ടത്. അവർ മഴ നോക്കി നിൽക്കുകയാണ്. അവൻ അങ്ങോട്ട് ചെന്നു. ഉമ്മ എന്താ ഇവിടെ ഈ മഴയത്ത്? മോനെ, ഞാൻ അൽസഫ്രാൻ കഫറ്റീരിയ വരെ പോയതാ, ഒരു ചായ കുടിക്കാൻ. അവിടെ ഒരു മലയാളി പയ്യനുണ്ട്. ഞാൻ വല്ലപ്പോഴും പോയിരിക്കും. അപ്പോഴേക്കും മഴ വന്നു. ഞാൻ കൊണ്ടുവിടാം. റെയിൻകോട്ടുണ്ട്. ഉമ്മ ഇത് പിടിച്ചോ. വേണ്ട മോനെ, നീ നനയും. ഞാൻ ബസ്സിൽ പൊക്കോളാം. സാരല്ല ഉമ്മ. അവനവരെ നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റി. വില്ലയിലേക്കുള്ള യാത്രയിൽ മഴയുടെ തണുപ്പിൽ അവർ സംസാരിച്ചു. മഴ കാണുമ്പോൾ എനിക്ക് നാട്ടിലെ വീടോർമ്മ വരും. ഭർത്താവ് മരിച്ചതിൽ പിന്നെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. രണ്ടിനെയും കെട്ടിച്ചു വിട്ടു, വീട് വെച്ചുകൊടുത്തു. എല്ലാം ഈ മരുഭൂമിയിലെ വിയർപ്പാണ്. അവർ ഒന്ന് നിർത്തി. ബൈക്ക് ഓടിക്കുന്ന ജുനൈദിന്റെ തോളിൽ അവരുടെ കൈ മുറുകി. കഴിഞ്ഞ കൊല്ലം ഞാനെല്ലാം നിർത്തി നാട്ടിൽ പോയതാ. ഇനി മക്കളുടെ കൂടെ ജീവിക്കാമെന്ന് കരുതി. ഒരു ദീർഘശ്വാസത്തിനു ശേഷം അവർ തുടർന്നു. നിർത്തി വന്നതാണെന്നറിഞ്ഞതോടെ മക്കൾക്ക് എനിക്കൊരു ഭാരമായി. മരുമക്കൾക്കെന്നെ വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആരുമില്ല. എന്റെ കയ്യിലെ പൈസ തീർന്നപ്പോൾ അവർക്കെന്നെ ആരുമല്ലായി. എന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ശ്രമം. ഒരു മുറിയിൽ തള്ളിയിടും, തിരിഞ്ഞു നോക്കില്ല. ജുനൈദ് നിശബ്ദനായി ബൈക്കോടിച്ചു. അവന്റെ സ്വന്തം ഉമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. നാളെ ഞാനും ഇങ്ങനെയാകുമോ എന്ന ഭയം അവനെ പിടികൂടി.
അപ്പോഴാണ് ഷെയ്ഖ മോളുടെ വിളി വരുന്നത്. അവർക്കറിയാമായിരുന്നു എന്റെ സങ്കടം. ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്റെ ശബ്ദത്തിലെ കരച്ചിൽ അവൾ തിരിച്ചറിഞ്ഞു. അവൾ പുതിയ വിസ അയച്ചു തന്നു. ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്നു. വില്ലയുടെ ഗേറ്റിന് മുന്നിൽ ബൈക്ക് നിർത്തിയവർ ഇറങ്ങി. സ്വന്തം വയറ്റിൽ പിറന്ന മക്കൾക്ക് കൊടുത്തതിന്റെ ഒരു അംശം പോലും ഞാൻ ഈ മോൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അവൾക്ക് ഞാൻ ഉമ്മയാണ്. അവൾക്കാണ് എന്നോട് ജീവൻ. അവൾക്കറിയാം എനിക്ക് ചായ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അവൾ സ്വന്തം കൈകൊണ്ട് ചായ ഉണ്ടാക്കിത്തരും. ആ വാക്കുകൾ ജുനൈദിന്റെ നെഞ്ചിലൊരു കനലായി വീണു. അവനൊന്നും മിണ്ടാതെ തിരിച്ച് ബൈക്ക് ഓടിച്ചു. 1 മാസം കൂടി കഴിഞ്ഞു. ജുനൈദും ഫാത്തിമത്തയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. അവനിപ്പോൾ ആ വീട്ടിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ വില്ലയുടെ മുന്നിൽ ഒരു ദിവസം കേരള രജിസ്ട്രേഷനുള്ള ഒരു റെന്റേ കാർ ജുനൈദ് കാണുന്നത്. അതിൽ നിന്ന് 2 പേർ ഇറങ്ങുന്നത് അവൻ കണ്ടു. ഒരു പുരുഷനും സ്ത്രീയും. അവരുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട്. അവൻ പതിയെ ബൈക്ക് നിർത്തി ഗേറ്റിനടുത്തേക്ക് ചെന്നു. അകത്തുനിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം. ഉമ്മ ഞങ്ങളുടെ കൂടെ വരണം. നാട്ടിൽ വന്നിട്ട് എന്തിനാ ഈ അരബികളുടെ വേല ചെയ്യുന്നത്? ഞങ്ങൾക്ക് നാണക്കേടാണ്. അത് ഫാത്തിമത്തയുടെ മകനായിരുന്നു. കൂടെ മരുമകളുമുണ്ട്. ഞാൻ വരില്ല. ഫാത്തിമത്തയുടെ നേർത്ത ശബ്ദം. ഉമ്മ വരണം. നാട്ടിലെ വീടിന്റെ ആധാരം പണയം വെച്ച് എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ഉമ്മ വന്ന് ഒപ്പിടണം. അല്ലെങ്കിൽ പിന്നെ ഉമ്മയെ ഞങ്ങൾ നോക്കില്ല. ഈ അറബി നോക്കട്ടെ. അപ്പോഴാണ് മകൻ ഗേറ്റിന് പുറത്തു നിൽക്കുന്ന ജുനൈദിനെ കാണുന്നത്. നീ ആരാടാ? ഇവളുടെ കാശടിച്ചു മാറ്റാൻ വന്നവനാണോ? ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ജുനൈദിന്റെ രക്തം തിളച്ചു. പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു. ഞാൻ പോകാം. പക്ഷേ ഉമ്മയെ വേദനിപ്പിക്കരുത്. ഇത് ഷാർജയാണ്, നാടല്ല. അന്ന് രാത്രി ജുനൈദിന് ഉറക്കം വന്നില്ല. റൂമിലെ ബഹളത്തിനിടയിലും അവന്റെ മനസ്സാ വില്ലയിലായിരുന്നു. അവൻ ഫാത്തിമത്തയെ വിളിച്ചു. അവർ കരയുകയായിരുന്നു. അവരെന്നെ നാളെ കൊണ്ടുപോകും മോനെ. ഷെയ്ഖ മോളോട് ഞാൻ എന്തു പറയും? എന്നെ അവർ നിർബന്ധിച്ച് ഒപ്പിയടിക്കും. എനിക്ക് പേടിയാവുന്നു. ഉമ്മ പേടിക്കണ്ട. ഷെയ്ഖ എവിടെ? ഷെയ്ഖ മോൾ ദുബായിലൊരു കല്യാണത്തിന് പോയതാ. നാളെ വരൂ. ഉമ്മ ഫോൺ വെക്കരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. ജുനീദ് ആപ്പിൽ നിന്ന് ഷെയ്ഖയുടെ നമ്പർ സംഘടിപ്പിച്ചു. പഴയ ഓർഡറുകളിൽ നിന്ന്. അവൻ ഷെയ്ഖയ്ക്ക് എല്ലാം വിശദീകരിച്ചൊരു മെസ്സേജ് അയച്ചു. ഇംഗ്ലീഷിലും തനിക്ക് അറിയാവുന്ന അറബിയിലും. ഫാത്തിമത്ത ഈസ് ഇൻ ട്രബിൾ. ഹെർ സൺ ഈസ് ഫോഴ്സിംഗ് ഹെർ ടു ഗോ ബാക്ക് ടു ഇന്ത്യ. ഷീ ഈസ് ക്രൈയിങ്. ഷീ ഈസ് സ്കേർഡ്. പ്ലീസ് ഹെൽപ്പ്. മെസ്സേജ് അയച്ച നിമിഷങ്ങളകം ഷെയ്ഖയുടെ കോൾ വന്നു. ജുനൈദ്, വാട്ട് ഹാപ്പൻ? ഈസ് ഫാത്തിമത്ത ഓക്കെ? അവൻ നടന്നതെല്ലാം പറഞ്ഞു. ഡോണ്ട് വറി, ഐ എം കമ്മിങ്. ടെൽ ഹെർ നോട്ട് ടു ഗോ എനിവെയർ. പിറ്റേന്ന് രാവിലെ ജുനൈദ് ഓർഡർ പോലും എടുക്കാതെ വില്ലയുടെ മുന്നിലെത്തി. ഫാത്തിമത്തയുടെ മകനും മരുമകളും ബാഗുകളുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ ഫാത്തിമത്തയുടെ കയ്യിൽ പിടിച്ചു വലിക്കുകയാണ്. ഇറങ്ങിവാ ഉമ്മ, നാട്ടിൽ പോകാം. അപ്പോഴേക്കും ഒരു വലിയ ലാൻഡ് ക്രൂസർ വന്ന് വില്ലയുടെ മുന്നിൽ നിന്നു. ഷേഖ് അതിൽ നിന്നിറങ്ങി. കല്യാണത്തിന് പോയ വേഷത്തിൽ തന്നെ. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവർ നേരെ ഫാത്തിമത്തയുടെ മക്കളുടെ അടുത്തേക്ക് ചെന്നു. ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? ഇംഗ്ലീഷിൽ അലറി. യു ആർ ഹിയർ ഫോർ മണി, നോട്ട് ഫോർ ഹെർ. ഫാത്തിമത്ത ഈസ് മൈ മദർ. ഷീ ഈസ് നോട്ട് ഗോയിങ് എനിവെയർ. മകനും മരുമകളും അറബ് യുവതിയുടെ ഭാവം കണ്ട് ഭയന്നു. ഷീ ഈസ് അവർ മദർ. മകൻ പറയാൻ ശ്രമിച്ചു. നോ. ഷേഖ കൈ ചൂണ്ടി. ഇഫ് യു ട്രബിൾ ഹർ അഗെയിൻ, ഐ വിൽ കോൾ ദ പോലീസ്. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. മകനും മരുമകളും പേടിച്ചു വിറച്ചു. അതേസമയം ജുനൈദ് ഓടിച്ചെന്ന് ഫാത്തിമത്തയെ പിടിച്ചു. ഉമ്മ പേടിക്കണ്ട, ഞങ്ങളുണ്ടുകൂടെ. ഉമ്മയെ ഇനി ആരും നിർബന്ധിച്ചു ഒന്നിനും കൊണ്ടുപോവില്ല. ഫാത്തിമത്ത ജുനൈദിനെയും ഷെയ്ഖയെയും മാറി മാറി നോക്കി. അവരുടെ ജീവിതത്തിൽ ആദ്യമായി അവർ സ്വന്തം മക്കൾക്ക് മുന്നിൽ ധൈര്യത്തോടെ നിന്നു. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എനിക്ക് നിങ്ങളെ കാണുകയും വേണ്ട. പൊയ്ക്കോ. മകനും മരുമകളും പരസ്പരം നോക്കി. ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അവർ കാറുമെടുത്ത് വേഗത്തിൽ ഓടിച്ചുപോയി. അവർ പോയെന്നുറപ്പായപ്പോൾ ഫാത്തിമത്ത മുറ്റത്തെ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അത് സങ്കടമായിരുന്നില്ല, വർഷങ്ങളായി കെട്ടിക്കിടന്ന ഭാരമിറക്കി വെച്ചതിന്റെ ആശ്വാസമായിരുന്നു. ഷെയ്ഖയും ജുനൈദും അവർക്കരികിലിരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. ഷെയ്ഖ അവരുടെ തോളിൽ കൈവച്ചു. വർഷങ്ങളായി ഉള്ളിലടക്കിയ സങ്കടങ്ങളെല്ലാം ആ കണ്ണീരിലൂടെ ഒഴുകിപ്പോകുന്നതുവരെ അവർ കാത്തിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു സന്ധ്യാസമയം ജുനൈദ് ഓർഡറുകൾ കഴിഞ്ഞ് ക്ഷീണിച്ച് വില്ലയുടെ മുന്നിലെത്തി. അവനിപ്പോൾ ഓർഡറില്ലാതെയും അങ്ങോട്ട് വരും. ഫാത്തിമത്ത ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നു. അവരുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. സമാധാനത്തിന്റെ ചിരി. അവർ ജുനൈദിന്റെ കയ്യിലേക്ക് ഒരു ചെറിയ ടിഫിൻ ബോക്സ് വെച്ചുകൊടുത്തു. മോനു വേണ്ടിയാ, ചോറും മീൻകറിയും ഞാനുണ്ടാക്കിയതാ. അവൻ അത് വാങ്ങി. അതിന്റെ ചൂട് അവന്റെ കൈകളിലൂടെ ഹൃദയത്തിലേക്ക് പടർന്നു. ജുനേ, മോനെ ജുനു, അവർ വിളിച്ചു. ഇനി എനിക്ക് സങ്കടമില്ല. എനിക്ക് പ്രസവിക്കാത്ത 2 മക്കളുണ്ട്. ഒന്ന് നീ, പിന്നെ ഒന്നിവിടെയുള്ള എന്റെ മോള് ഷെയ്ഖ. ജുനൈദിന്റെ കണ്ണുകൾ നിറഞ്ഞു.
അവൻ ചിരിച്ചു. ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ മീൻകറി കഴിക്കാൻ തന്നെയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്, അവൻ തമാശ പറഞ്ഞു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോണിൽ പുതിയ ഓർഡറിന്റെ ബീപ്പ് മുഴങ്ങി. അടുത്ത ഡെലിവറിക്കായി അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ഷാർജയിലെ തിരക്കുകളിലേക്ക് ഊളിയിടുമ്പോൾ അവന്റെ മനസ്സിൽ ജോലിയുടെ സമ്മർദ്ദമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ കുടുംബം സ്വന്തമാക്കിയതിന്റെ സന്തോഷമായിരുന്നു. ആ വെള്ള വില്ലയിൽ നിന്ന് മുറ്റമടിക്കുന്ന ആ പഴയ ചൂലിന്റെ ഒച്ച അവനെപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു, ഷ് ഷ് എന്ന്. പക്ഷേ ആ ഒച്ചയ്ക്കിപ്പോൾ ഏകാന്തതയുടേതല്ല, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഈണമായിരുന്നു.